ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാനും എൻ്റെ മദർ ഇൻ ലോയും കൂടെ നമ്മൾ പുനലൂരിൽ പോകാമെന്ന് വിചാരിച്ചേ. അപ്പം പുനലൂരിൽ നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലാണ്. അപ്പം നല്ല ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ ദാണ്ടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് നമ്മൾ ദാണ്ടെ സ്റ്റേഷനിലകത്തോട്ട് നടക്കുവാണേ. അങ്ങനെ നമ്മൾ ദാണ്ടെ അവിടെ എത്തി. അവിടെ വെച്ചിട്ട് എൻ്റെ ഉമ്മായും എൻ്റെ സിസ്റ്ററും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. ഇവളെ ഏറ്റവും ഇളയതാണ്. ഞങ്ങൾ 3 പേരാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദാണ്ടെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. പിന്നെ പുനലൂരിലോട്ട് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമാണ് ഈ ഒരു റൂട്ട് പോകാനായിട്ട് യാത്ര. വീട്ടിലോട്ട് പോകാൻ അത്യാവശ്യം കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ദാണ്ടെ ഓട്ടോയിൽ കയറി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ജ്യൂസ് കുടിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ നല്ല മീൻകറിയും പുളിശ്ശേരിയും അതുപോലെ പയറുതോരൻ, നെല്ലിക്ക അച്ചാർ, പിന്നെ പൊരിച്ച മീനും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ വണ്ടിയിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ട്രെയിനുണ്ട് അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ദാണ്ടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരത്തെ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദാണ്ടെ നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെ എത്തിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലെത്തി. ബൈ ബൈ.